നിങ്ങൾ ഹെൽത്തി ആണോ എന്നറിയാൻ നിങ്ങളുടെ HRV ഹാർട്ട് റേറ്റ് വേരിയബിൾ ഹൈ ആണോ എന്ന് നോക്കിയാൽ മതി. അതായത് ഓരോ ഹാർട്ട് ബീറ്റിന്റെയും ഇടയിലുള്ള ടൈം ഗ്യാപ്പ്. വൈ ഹൈ HRV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ രാത്രിയിൽ ശാന്തമായി ഒരു റോഡിൽ കൂടി നടന്നുകൊണ്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു നായ നിങ്ങളെ കടിക്കാൻ വരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ ഒരു വാർണിംഗ് സൈൻ നിങ്ങളുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് വരികയും ചെയ്യുന്നു. ഫൈറ്റ് മോഡിലേക്ക് ബോഡിയെ എത്തിക്കണമെങ്കിൽ ഒരുപാട് എനർജി മസിൽസിലേക്ക് ചെല്ലണം, ഒരുപാട് ഓക്സിജൻ നമ്മളുടെ മസിൽസിലേക്ക് ചെല്ലണം. അതിനുവേണ്ടി ശാന്തമായി ഇടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ ഇടിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് നായ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് കൊടുക്കുന്നു വാർണിംഗ് സൈൻ മാറ്റുക, ബോഡിയെ പെട്ടെന്ന് നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക. ബ്രെയിനിൽ നിന്നും ഈ ഒരു ഇൻഫർമേഷൻ ബോഡിയിൽ എത്തിയാൽ ഉടനെ നമ്മളുടെ ബോഡിയും അതുപോലെ ഹൃദയടിപ്പൊക്കെ പെട്ടെന്ന് നോർമൽ രീതിയിലാവുകയാണെങ്കിൽ നിങ്ങളുടെ HRV വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബോഡിക്ക് ഏത് വലിയ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ HRV കുറവാണെങ്കിൽ നിങ്ങളുടെ ബോഡി പഴയ സ്റ്റേജിലേക്ക് എത്താൻ ഒന്നുകിൽ ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീസ് ആയി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ തല കറങ്ങി താഴേക്ക് വീഴുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത നിങ്ങൾക്ക് HRV ലോ ആണെങ്കിൽ കൂടുതലായിരിക്കും. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നിങ്ങളുടെ HRV എപ്പോഴും ഹൈ ആക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് നാച്ചുറലി HRV ഹൈ ആക്കി വെക്കാം എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ.